ജന്മാദ്യസ്യേ ത്വന്നയാദിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോ മുഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ അർജുനൻ ദ്വാരകയിൽ നിന്ന് വന്ന് ഭഗവാന്റെ തിരോധാനത്തെക്കുറിച്ച് ഏട്ടനായ ധർമ്മപുത്രരെ അറിയിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഇന്നലെ വരേക്കുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, യോനോ ജുഗോപ വനമേത്യ ദുരന്ത കൃച്ചാർ ദുർവാസോരി വിഹിത ഐതാഗ്രബുക്കിയ. ഐതാഗ്രബുക്ക് എന്ന് പറഞ്ഞാൽ 10,000 ശിഷ്യന്മാരോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണ സ്വഭാവം ഐതാഗ്രബുക്ക്, അതിനാണ് പറയുക. ഐതം 10,000, അതിലഗ്രനായിട്ട് ഭക്ഷണം കഴിക്കുക, അതാണ് ഐതാഗ്രബുക്കായ ദുർവാസാവ്. ഭക്ഷണം ഇല്ലാത്ത നേരം നോക്കി അവിടെ വന്നു. ചീരയുടെ ഇല ഭക്ഷിച്ച ശാകാന്നം, ശാകം ചീര, ശാകാന്ന ശിഷ്ടം ഉപയുജ്യ യഥത്രിലോകീം. 3 ലോകത്തിൻ്റെ വിശപ്പ് മാറ്റി നമുക്ക് കഴിയുമോ? ഒരാളുടെ വിശപ്പ് മാറ്റാൻ തന്നെ നമുക്ക് കട്ടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നല്ല. ഈ 3 ലോകത്തിൻ്റെ വിശപ്പ് ഒറ്റയടിക്ക് മാറ്റി ഭഗവാൻ ഭക്ഷിച്ചാൽ എല്ലാവരും സന്തോഷിച്ച എല്ലാവരുടെ ഉള്ളിലുള്ള ആത്മാവാണല്ലോ ഭഗവാൻ. അതാണ് ത്രിലോകീം തൃപ്താമം സലിലേ വിനിമഗ്ന സംഘ. വെള്ളത്തിൽ മുങ്ങിയതോടുകൂടി ദുർവാസാവിനെ മാത്രമല്ല ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാരുടെ വിശപ്പും മാറി. പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ദുർവാസാവ് വന്നിരിക്കുന്നത്, വിശന്നിട്ടല്ല. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഭക്ഷിക്കണ്ടേ, അല്ലെങ്കിൽ തീർച്ചയല്ലേ പരീക്ഷിക്കാനാണ് വന്നതെന്ന് കള്ളി വെളിച്ചത്താവുക എന്ന് പറയും. ഇനിയിപ്പോൾ നിവൃത്തിയില്ല, അത്ര വയറ് നിറഞ്ഞിരിക്കണം. ഇവിടെ വന്നിട്ട് എനിക്കൊന്നും വേണ്ട, നേരത്തെ വേണമെന്ന് പറയുക, ഇപ്പോൾ ഒന്നും വേണ്ടെന്ന് പറയുക. മഹർഷി കള്ളം പറയുക, ചതിക്കുക, അങ്ങനെ പറ്റുമോ? അങ്ങോട്ട് പോണ്ടാന്ന് വെക്കേണ്ടി വന്നു ദുർവാസാവിനെ. കാരണം അത്ര വയറ് നിറഞ്ഞിരിക്കണം. എല്ലാം ഭഗവാനാണ്. ഇപ്പോൾ ഈ വയറ് നിറയിക്കുന്നതും ചില ദിവസം നമുക്ക് ഒന്നിത്തിരി 2 വറ്റ് ഊണ് കഴിച്ചാൽ മതിയാവും അല്ലേ? ഒന്നിത്തിരി ദിവസം തോന്നണില്ല. ചില ദിവസം ലേശം കൂടി ആയിക്കോട്ടെ, ഇത്രയും കൂടി വേണം, ഇന്ന് നല്ല രുചിയുണ്ട് ഉണ്ണാൻ. ഇതൊക്കെ ആരാ നിശ്ചയിക്കണം? ആലോചിച്ചോ. ഒക്കെ നമ്മൾ തന്നെയല്ലേ കഴിക്കണത്, നമ്മൾ തന്നെയാണ്. പക്ഷെ നിശ്ചയിക്കുന്നത് നമ്മളല്ല എന്നാണ് പറയണത് കേട്ടോ. കഴിക്കണത് നമ്മളല്ലേ, ഒരാൾ തന്നെ കഴിക്കണം. പക്ഷെ പല ദിവസം നമുക്ക് പല അളവിലല്ലേ വിശപ്പും ദാഹവും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ നിയന്ത്രിക്കണം? ഒറ്റത്തിരിയുള്ളൂ ഈശ്വരൻ. ഇതിൻ്റെ ഉള്ളിൽ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ഇതിനെയൊക്കെ മാറ്റിമറിക്കുന്നത്. വിശപ്പുണ്ടാക്കണതും വിശപ്പില്ലാണ്ടാക്കണതും ആണ് ഇന്നലെ പറഞ്ഞത്. പ്രാണാപാന സമായുക്ത, പ്രാണനും അപാനുമായിട്ട് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഭഗവാനെ അങ്ങല്ലേ പാഞ്ചാലിയെ രക്ഷിച്ചത്. തേജസാദ ഭഗവാൻ ശൂലപാണി വിസ്മാപിതസ്യ ഗിരിശോത്രമദാന്നിജമ്മേ അന്നേപിചാഹം അമുനേവ കളേവരേണ പ്രാപ്തോ മകേന്ദ്രഭവനേ മഹസാസനാർത്ഥം. എന്താ കൃഷ്ണൻ്റെ ഓർമ്മ പുതുക്കാൻ അർജുനൻ കണ്ടെത്തിയത്? തേജസാ, ഏതൊരു കൃഷ്ണൻ്റെ ആ തേജസ് കൊണ്ടാണ്. ഗിരിജാസഹിതൻ ശിവൻ, പാർവതീ സമേതനായിട്ടുള്ള ശിവൻ യുദ്ധത്തിൽ വിസ്മയിക്കപ്പെട്ടവനും. ശിവൻ അത്ഭുതപ്പെട്ടു അർജുനൻ്റെ യുദ്ധസാമർഥ്യം കണ്ടിട്ടേ. ഒരു പന്നിയെ എഴുതി വീഴ്ത്തി കിരാതം കഥയാണ് അവിടെ അനുസ്മരിച്ച് ചെയ്യണം. എൻ്റെ പന്നിയാണെന്ന് ഭഗവാൻ വേട്ടക്കാരൻ്റെ വേഷമാണ് കേട്ടോ, ശിവൻ്റെ വേഷത്തിലല്ലോ. വേട്ടക്കാരനായ ശിവൻ പറഞ്ഞത് എൻ്റെ പന്നി, അർജുനൻ പറഞ്ഞത് എൻ്റെ പന്നി. തമ്മിൽ തർക്കായി, യുദ്ധം ഉണ്ടായി. ഭഗവാൻ ശൂലപാണി, ശൂലം കയ്യിൽ പിടിച്ചിട്ടുള്ള ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ലോകത്തെ മുഴുവൻ ശൂലത്തിൽ കോർത്ത് സംഹാരതാണ്ഡവം ആടാൻ പ്രാപ്തനാണ് പരമേശ്വരൻ. വിഷ്ണു കഴിഞ്ഞാൽ പിന്നെ ശിവൻ എന്നാ പറയുക. ഒട്ടും തേജസ്സിന് വലിയ കമ്മിയൊന്നുമില്ല വിഷ്ണുവിലും വെച്ചിട്ട്. ഒരു പൊടിക്കുണ്ടെന്ന് വിഷ്ണു ഭക്തന്മാർ പറയുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ശിവനെ അത്ഭുതപ്പെടുത്തി നിജമസ്ത്രം സന്തോഷിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? പാശുപതാസ്ത്രമാണ് കൊടുത്തു. യുദ്ധസാമർഥ്യം കണ്ടിട്ട് സന്തോഷിച്ചിട്ടേ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോൾ പാർവതിക്ക് വല്ലാത്ത പേടി. എന്താ അത്?
തൻ്റെ ഭഗവാന് വല്ല കുഴപ്പം പറ്റുമോ എന്നല്ല കേട്ടോ പേടി. ശിവനെ ഉണ്ടോ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റണോ? ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിട്ട് ശിവൻ്റെ നേർക്ക് ഇങ്ങനെ അസ്ത്രങ്ങൾ അയക്കുകയാണ് അർജുനൻ. ദേഷ്യം വന്നിട്ട് ശിവനൊറ്റ ശാപിച്ചാലോ എന്നൊരു പേടി. ശിവൻ്റെ യഥാർത്ഥ രൂപമെടുത്ത അർജുനൻ ഒരു പിടി ചാമ്പലാവും. അതാ പാർവതിക്ക് പേടിയാണ്. തൻ്റെ ഭക്തനെ ദേഷ്യപ്പെട്ട് ശപിച്ചാൽ ഒരു പിടി ചാമ്പലാക്കാൻ ശിവന് പ്രയാസമില്ല. പിന്നെ നാളെ ശിവഭക്തന്മാരുണ്ടാവുമോ ലോകത്തിൽ? അപ്പം അങ്ങനെ ആ ശിവനോട് യുദ്ധം ചെയ്തിട്ട് അർജുനൻ ഒരു ഭക്തനാണെന്ന് പാർവതിക്ക് അറിയാം. ശിവനാണെന്ന് അറിഞ്ഞിട്ടല്ല യുദ്ധം ചെയ്യണത്. വിഷ്ണു ഭക്തനാണ് അർജുനൻ. വിഷ്ണു ഭക്തനാണ്. ആയിക്കോട്ടെ, വിഷ്ണു ഭക്തനായ എന്താ, പാർവതിക്ക് ഉണ്ടോ വല്ല വ്യത്യാസവും? ഇതൊക്കെ നമുക്കല്ലേ ഉള്ളൂ ശിവഭക്തൻ വിഷ്ണു ഭക്തൻ എന്നുള്ള വ്യത്യാസം. വിഷ്ണു ഭക്തനായിട്ടുള്ള അർജുനനോട് പാർവതിക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. അപ്പോൾ ആ ശിവൻ എന്തെങ്കിലും കോപിച്ചിട്ട് വിഷ്ണു ഭക്തനെ നശിപ്പിച്ചാലോ എന്ന് വിചാരിച്ച് ആവനാഴിയിലത്തെ അസ്ത്രം മുഴുവനെ പൂവാവട്ടെ എന്ന് ശപിച്ചു എന്നാ കഥ. അപ്പം പിന്നെ ആ പൂവുകൊണ്ടാണ് ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. പൂവോട് പൂവ് എന്തും അതിയായ പ്രശ്നമാണ്. ഭക്ഷണമായാലും കുറേ വിളമ്പിയാൽ കഴിക്കാൻ പറ്റുമോ? ഒരു കണക്കില്ലേ. എന്ന പോലെ ഈ പൂവുകൊണ്ട് ഇങ്ങനെ ഇതായപ്പോഴും പാർവതിക്ക് പേടി. ഈശ്വര, ഇനി ശിവന് ദേഷ്യം വന്നാലോ? ആവനാഴിയിൽ ഒന്നുമില്ലാണ്ട് പോട്ടെ, ആവനാഴി ശൂന്യമായി പോട്ടെ എന്നായി പാർവതിയുടെ ശാപം. അർജുനന് കുഴപ്പം പറ്റരുത് വെച്ചിട്ടാട്ടോ, അല്ലാണ്ടൊന്നുമല്ല. ശിവൻ ദേഷ്യം വന്നാൽ അർജുനൻ അവിടെ ഒരു പിടി ചാമ്പലാവണ്ടെന്ന് കരുതിയിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പം എന്താ, ഈ വില്ലെടുത്തിട്ട് അങ്ങനെ അയട്ടിക്കാൻ തുടങ്ങി അർജുനൻ. തലയിൽ ആരാ ഉള്ളത് ചോദിച്ചാൽ ഗംഗ. പാർവതിക്ക് സന്തോഷമായി. അർജുന അവിടെ തന്നെ കൊടുക്കാട്ടി, കിട്ടട്ടെ ഗംഗയ്ക്ക് 4 അടി. സപത്നി മത്സരമാണ് അവിടെ. ഇതൊക്കെ കണ്ടിട്ടും പരമേശ്വരൻ സന്തോഷിക്കുക ചെയ്തത് യുദ്ധസാമർഥ്യം കണ്ടിട്ടേ. വിഷ്ണുഭക്തൻ്റെ യുദ്ധസാമർഥ്യം കണ്ടപ്പോൾ അസൂയയല്ല ഉണ്ടായത്. ശിവനുണ്ടോ വിഷ്ണുവിനോട് വല്ല ശത്രുതയും? യാതൊന്നുമില്ല. വിഷ്ണുഭക്തൻ്റെ യുദ്ധസാമർഥ്യം കണ്ട് അതിനെ അഭിനന്ദിച്ചിട്ട് പാശുപതാസ്ത്രം അങ്ങോട്ട് കൊടുത്തു. പിടിച്ചോളൂ അർജുന, എൻ്റെ യുദ്ധം കണ്ടിട്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. എൻ്റെ ഭക്തനും വിഷ്ണുവിൻ്റെ ഭക്തനും എങ്ങനെ രണ്ടാവുക? അതുകൊണ്ട് നിനക്ക് ഞാൻ പാശുപതാസ്ത്രം ഇതാ സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞു. അഹം മഹേന്ദ്രഭവനത്തിൽ മഹതായ ആസനത്തിൻ്റെ ഭാഗത്തെ പ്രാപിച്ചു. സ്വന്തമായ പാശുപതാസ്ത്രത്തെ എനിക്ക് നൽകി ആ ശിവൻ. ഞാൻ വിഷ്ണു ഭക്തനാണെന്ന് വിചാരിച്ചിട്ട് എന്നോട് അലോക്യം വിചാരിച്ചില്ല. ഞാൻ ഈ ശരീരത്തോടു കൂടി തന്നെ ഇന്ദ്രലോകത്തെ പ്രാപിക്കുകയും ചെയ്തു. അവിടെ ഇന്ദ്രൻ്റെ അർദ്ധാസനത്തെ സ്വീകരിച്ചു എന്നാണ് നമ്മൾ. പകുതിയുള്ള ആസനം ഇന്ദ്രൻ, അതായത് അച്ഛൻ, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ അച്ഛനാണ്, എനിക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ ആ ശിവനെ പോലും അത്ഭുതപ്പെടുത്തി ഏട്ടാ ഞാൻ. അതാ കൃഷ്ണൻ്റെ കാരുണ്യല്ലേ. ശിവനെ ഒരാൾ തോൽപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം ഒരൊറ്റൊന്നേ ഉള്ളൂ, അവൻ വിഷ്ണു ഭക്തനാവും. അല്ലാത്ത ഒരാൾക്ക് ശിവനെ തോൽപ്പിക്കാൻ പറ്റില്ല. വിഷ്ണുവിനാവാം എന്നാണ്, വേറെ ആർക്കും പറ്റില്ല. ആ തേജസ്സായിട്ടുള്ള കൃഷ്ണൻ ഇപ്പോൾ നമ്മളെ വിട്ടുപോയി ഏട്ടാ. തേജസാദ ഭഗവാൻ യുധി ശൂലപാണി വിസ്മാപിതസ്സ ഗിരിജോ അസ്ത്രമദാന്നിജമ്മേ അന്യേ പിജാകമോനേവ കളയവരേണ. എൻ്റെ ഈ ശരീരത്താൽ ഞാൻ ഇന്ദ്രലോകം പ്രാപിച്ചു. പ്രാപ്തോ മഹേന്ദ്രഭവനേ മഗദാസനാർത്ഥം. ഇന്ദ്രൻ്റെ ഒപ്പം ഇന്ദ്രൻ്റെ ആസനത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തരാവണ കാര്യമില്ല. അതൊക്കെ വളരെ കുറച്ച് പേർക്ക് മാത്രം തരാവണ കാര്യം. അത് ഈ ശിവൻ, ഈ കൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് സാധിച്ചു. പാശുപതാസ്ത്രം നേടിയ കഥ പറയാ കിരാതം. അത്രൈവമേ വികരതോ ഭുജദണ്ഡയുഗ്മം ഗാണ്ഡീവലക്ഷണമരാധിപതായ ദേവാ സേന്ദ്രാശിത യദനുഭാവിതമാജമീട തേനാകമദ്യമുഷിത പുരുഷേണ ഭൂമ്ന. ഒന്നും സപ്താഹത്തിൽ പറയാൻ സമയം കിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഒരൊറ്റ ഓട്ടാണ്. കൃഷ്ണൻ ചെയ്തിട്ടുള്ള വിവിധ ഉപകാരങ്ങളെ സ്മരിച്ചുകൊണ്ട് അർജുനൻ കൃഷ്ണൻ്റെ തിരോധാനത്തെക്കുറിച്ച് അറിയിച്ചു എന്ന് ചിലർ പറയും. ചിലർ 1 2 എടുത്ത് പറയും. ഇത് മുഴുവൻ പറയാൻ പറ്റില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എന്തായാലും ഇതൊക്കെ എന്താ അറിയോ, എന്താണ് ഭാഗവതം എന്നെനിക്ക് അറിയണച്ചാൽ ശരിക്കും പറയാച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ പറയണം. മെല്ലെ നീങ്ങിയാൽ മതി, ആർക്കാ ധൃതി. പക്ഷെ അതിലത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മെല്ലെ തന്നെ പോകാൻ പറ്റും. കാരണം തത്രൈവമേ വികരതോ ഭുജദണ്ഡയുഗ്മം, ക്രീഡിച്ചിരുന്നതായിട്ടുള്ള എൻ്റെ ഗാണ്ഡീവമാകുന്ന അടയാളത്തോടു കൂടിയ 2 കൈകളെ
അർജുനൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗാണ്ഡീവം, ഭഗവാന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പാഞ്ചജന്യം, സുദർശനം, ഇതൊക്കെ തന്നെ. ചക്രപാണി എന്ന് പറഞ്ഞാൽ എന്താ? സുദർശനം കയ്യിലുള്ളവൻ. എൻ്റെ പ്രത്യേകത എന്താ? ഗാണ്ഡീവധാരി. ആ കൈകളെ സേന്ദ്ര ദേവ, ഇന്ദ്രന്മാരോടും ദേവന്മാരോടും കൂടി ശത്രുക്കളുടെ വധത്തിനായിക്കൊണ്ട് ആശ്രയിച്ചു. ഹേ യുധിഷ്ഠിര, സ്വന്തം മഹിമാവിൽ സ്ഥിതി ചെയ്യുന്നവനും അതാണ് ഭൂമ്ന, സ്വന്തം മഹിമാവിൽ മഹത്വത്തിൽ മാത്രം നിൽക്കുന്നവനും പുരുഷേണ, പുരുഷശബ്ദവാച്യനും ആയ ഞാൻ ഇപ്പോൾ ഇതാ കൃഷ്ണവിരഹത്താൽ ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു. ദേവശത്രുക്കളെ ഹനിക്കണം, അതിനുകൊണ്ട് ഇന്ദ്രാദി ദേവന്മാർ എന്നെ ആശ്രയിച്ചു എന്നാണ് പറയണത്. നിവാത കവചന്മാർ എന്ന് പറഞ്ഞിട്ട് 2 യോദ്ധാക്കളുണ്ടായിരുന്നു. ഇവർ അസുരന്മാർ, ഒരസുരനല്ല, അസുരന്മാർ. അവരെ ഇന്ദ്രൻ അടക്കം വധിക്കാൻ ശ്രമിച്ച് നടന്നില്ല. അർജുന, നന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ഇന്ദ്രൻ എന്നോട് ചോദിച്ചു. ഞാൻ ആ ഗാണ്ഡീവം എടുത്തിട്ട് ആ ശത്രുക്കളെ വധിച്ചു, നിവാതകവചന്മാരെ. ഏട്ടാ, അതൊക്കെ ഇന്ദ്രന് പറ്റാത്ത കാര്യം എങ്ങനെ എനിക്ക് സാധിച്ചത്? അച്ഛന് പറ്റാത്ത കാര്യം എനിക്ക് സാധിച്ചത് കൃഷ്ണൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ടല്ലേ. സേന്ദ്രാശ്രിത ഇതിന് ഭാവിതമാജമീഢ, ആജമീഢ യുധിഷ്ഠിര, അല്ലയോ ജ്യേഷ്ഠ. നിവാതകവചന്മാരെ വധിക്കാൻ ഇന്ദ്രന് പോലും കഴിയാതിരുന്നപ്പോൾ എനിക്കല്ലേ അവരെ വധിക്കാനായിട്ട് സാധിച്ചത്. ആ ഭഗവാൻ ഇന്ന് നമ്മളെ വിട്ടുപോയിരിക്കുന്നു. യത്ബാന്ധവക്കുരുബലാബ്ദിമനന്തപാരമേഘോരതേന തതരേകമതാര്യസത്വം പ്രത്യാഹൃതം ബഹുധനഞ്ച മയാ പരേഷാം തേജപദം മണിമയഞ്ച കൃതം ശിരോഭ്യാ. ഏതൊരു തനാകുന്ന ബന്ധുവോടുകൂടിയതായ ഞാൻ, കൃഷ്ണനാകുന്ന ബന്ധുവോടുകൂടിയവനാകുന്ന ഞാൻ, അതാര്യസത്വം, കടക്കാൻ കഴിയാത്തതായിട്ടുള്ള ജലജന്തുക്കളോടും അനന്തവും ആയ കൗരവസമുദ്രത്തെ തേര് എടുത്തിട്ട് യുദ്ധം ചെയ്തു. അർജുനനാണല്ലോ പ്രധാന യോദ്ധാവ്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അർജുനൻ പ്രധാനിയാണ്, തേര് തെളിക്കുന്നത് കൃഷ്ണനുമാണ്. ആ കൃഷ്ണൻ തേര് തെളിച്ചിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടല്ലേ ഏട്ടാ എത്ര അക്ഷൗഹിണി പടകളെയാണ് 5 ആൾക്കാരുള്ള നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞത്. അതൊരു സാഗരമായിട്ടാണ് പറയണത് ഇവിടെ, സൈന്യസാഗരം. സംസാരസാഗരമല്ല, സൈന്യസാഗരം, സമുദ്രമാണ്. അനവധിയായ ജലജന്തുക്കളും മറ്റു കാര്യങ്ങളും അടങ്ങിയ ഒരു സമുദ്രം പോലെ ആ വിളങ്ങുന്ന, ഇളകി മറിയുന്ന കൗരവ സൈന്യത്തെ കടക്കാൻ ഏട്ടാ നമുക്ക് സാധിച്ചത് ആ കൃഷ്ണനല്ലേ. യത്ബാന്ധവ, ആ കൃഷ്ണനാകുന്ന ബന്ധുവോടുകൂടി ഇതുകൊണ്ടല്ലേ നമുക്ക് സാധിച്ചത്. യത്ബാന്ധവ കുരുബലാബ്ദി, കൗരവ സൈന്യമാകുന്ന സമുദ്രം. അറ്റല്യ അക്ഷൗഹിണിപ്പെടാന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കുതിരാനാക്കൈ അനന്തപാരമേകോരഥേന, ഒറ്റയ്ക്ക് എനിക്ക് തരണം ചെയ്യാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ ഒരാൾക്ക് ഇത്രയും വലിയ സൈന്യത്തെ തോൽപ്പിക്കാൻ? ഏകോരഥേന തതരേ, തരണം ചെയ്തു. അഹം അവതാര്യസത്വം, അവതാര്യ കടന്നു, തരണം ചെയ്തു. പ്രത്യാകൃതം ബഹുധനഞ്ചമയാ പരേഷാം, അതൊക്കെ എനിക്ക് സാധിച്ചത് ധനത്തെ വീണ്ടെടുത്തു, യുദ്ധത്തിൽ ജയിച്ചിട്ട് ധനത്തെ വീണ്ടെടുത്തു. പ്രത്യാകൃതം, വീണ്ടെടുക്കുക, ബഹുധനം, ആ ധനമൊക്കെ വീണ്ടെടുക്കാൻ സാധിച്ചത് തേജപദം മണിമയഞ്ചകിതം ശിരോഭ്യാം, ശിരസ്സുകളിൽ നിന്ന് ആ തേജസ്സിൻ്റെ ഇരിപ്പിടവും രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയതുമായ കിരീടം ഹരിക്കപ്പെടുകയും ചെയ്തു. ശത്രുക്കളെ ജപ്തി ചെയ്യുന്നതിന് സമാനമാണ് അവരുടെ കിരീടം അതൊക്കെ അപഹരിക്കാനുള്ള കഴിവ്, അവരുടെയൊക്കെ കിരീടത്തെ അപഹരിച്ച് തോൽപ്പിക്കുക എന്നർത്ഥം. അതിനുള്ള കഴിവ് നമുക്ക് സാധിച്ചു. അപാരമായിട്ടുള്ള ധനത്തെ നമുക്ക് വീണ്ടെടുക്കാനും സാധിച്ചു. അവരുടെ ശിരസിൽ നിന്ന് മണി അല്ലെങ്കിൽ രത്നം നമുക്ക് അപഹരിക്കാൻ കഴിഞ്ഞു. അതവരെ തോൽപ്പിക്കുകയാണ്. ഏട്ടാ, ആ കൃഷ്ണനല്ലേ സാധിച്ചത്. ഞാൻ വിവരിക്കുകയാണ്, കൗരവ സൈന്യം എന്നുള്ളതിനെ ഒന്ന് വിവരിക്കുകയാണ്. 15ാമത്തെ ശ്ലോകം. യോ ഭീഷ്മകർണ ഗുരുശല്യ ചമൂഷഭദ്രരാജന്യവര്യരഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരോ മമ വിഭോരതയൂതപാനാം ആയുർമനാം തജദൃശാതകോജാർച്ചൽ. ആരൊക്കെയാ?
കൗരവപക്ഷത്തിലുള്ള നിസ്സാരന്മാരാണോ എന്നാണെങ്കിൽ അല്ല. ഭീഷ്മർ എത്ര കേമനായ യുദ്ധത്തിൽ. കർണൻ അതിലും കേമനാണ്. ഗുരുശല്യ ചമൂഷഭദ്ര കർണൻ. ഗുരു എന്ന് പറഞ്ഞാൽ ദ്രോണർ. ഇവരുടെയൊക്കെ ഗുരുവാണല്ലോ ദ്രോണർ. ശല്യർ എല്ലാവരും ജില്ലക്കാരനല്ല, എല്ലാവരും അഗ്രേചര മുമ്പിൽ സഞ്ചരിക്കുന്നവനായിട്ട് രഥയൂഥപാനാം രഥങ്ങളുടെയും സൈന്യന്മാരുടെയും ആയുസ്സിനെയും മനസ്സുകളെയും ബലത്തെയും ശസ്ത്രാദികളെയും എല്ലാം അപഹരിച്ചു. ആര്? ഭഗവാൻ. സത്യത്തിൽ ഇവരെയൊക്കെ കൊന്നത് ആരാണത്രേ? ഭഗവാനാണ്. അർജുനൻ ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ. നിമിത്തമാത്രം ഭവ സവ്യസാജിൻ. സവ്യസാജിൻ അർജുനൻ. അർജുന, നീ ഒരു നിമിത്തമാണ്, ഇവരെയൊക്കെ ഞാൻ തന്നെയാണ് കൊല്ലണത് കേട്ടോ. നമ്മൾ പേരിനൊരു ചട്ടുക ആവണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെയൊക്കെ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ തൻ്റെ കണ്ണുകൊണ്ട് അവരുടെ ആയുസ്, ഉത്സാഹം, മനോബലം, ശരീരശക്തി എല്ലാം കൃഷ്ണൻ ഒരു നോട്ടം കൊണ്ട് അപഹരിച്ചിരിക്കുന്നു. ചെറുതായിട്ടൊരു ചടങ്ങ് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ, ഒരസ്ത്രം പേരിന് അയക്കുക. അതുകൊണ്ട് ഏട്ടാ, യോ ഭീഷ്മകർണ ഗുരുശല്യ ചമുഷ്ടരാജന്യവര്യ രഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരോ മമ വിഭോരഥയൂഥപാനാം ആയുർമനാം തജദൃശാസകോജാർച്ചലോജസ് ആയുസ് മനസ്സ് എല്ലാം ദൃശ കണ്ണുകൊണ്ട് ഭഗവാൻ അപഹരിച്ചു. ആർച്ചത്ത് കണ്ണുകൊണ്ട്, ദൃശ നോട്ടം കൊണ്ട് തന്നെ അവരുടെ ജീവനെയും ആയുസ്സിനെയും ഭഗവാൻ എടുത്തു കഴിഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് വധം എളുപ്പമായത് എന്ന് ചോദിക്കുകയാണ്. ആ കൃഷ്ണനാണ് നമ്മളെ വിട്ടു പോയത്. ഏട്ടായി നഷ്ടം എങ്ങനെ നികത്തും? യദ്ദോഷുമാ പ്രണഹിതം ഗുരു ഭീഷ്മകർണ ദ്രൗണി ത്രിഗർത്തചലതൈന്ദവബാക്ലികാത്യൈ അസ്ത്രണ്യമോകമഹിമാനി നിരൂപിതാനി നോപത്പ്രചുർണഹരിദാസമിവാസുരാണി. ദോഷ ഏതൊരുവൻ്റെ കൈകളിൽ പ്രണിഹിത സ്ഥാപിക്കപ്പെട്ട എന്നെ മാം ഈ ഗുരുക്കന്മാരാൽ അവരാണ് ദ്രൗണി ത്രിഗർത്തചലതൈന്ദവ ബാക്ലികാദ്യൈ ഒക്കെ ശത്രുക്കളുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അവരെ എന്തുണ്ടായി ഇവിടെ എന്ന് പറയണ നിരൂപിതാനി പ്രയോഗിക്കപ്പെട്ടവയും അമോഘമഹിമാനി വളരെ മഹത്വമുള്ളതുമായ അസ്ത്രങ്ങൾ എന്നെ സ്പർശിച്ചില്ല. അർജുനൻ പറയണം, ദ്രൗണി അശ്വത്ഥാമാവൻ്റെ പൗത്രൻ, ദ്രൗണി, ത്രിഗർത്തൻ, ശലസൈന്ധവൻ, ബാഹ്ലികൻ ആദികളുടെ എല്ലാം അമോഘമായിട്ടുള്ള അസ്ത്രങ്ങൾ, ഗംഭീരമായിട്ടുള്ള അസ്ത്രങ്ങൾ എന്നെ ബാധിച്ചില്ല. അസ്ത്രാണ്യ അമോഘമഹിമാനി നിരൂപിതാനി നോ പത്പ്രശുർ. ഏട്ടാ, അവരുടെയൊക്കെ അസ്ത്രങ്ങളൊക്കെ എന്താ കഥ? ആ അസ്ത്രങ്ങളിൽപ്പെട്ട് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ അസ്ത്രങ്ങൾ എന്നെ ബാധിച്ചില്ല എന്ന് പറയണം. നോ പസ്പ്രശുർ നൃഹരിദാസമിവാസുരാണി. ഏതുപോലെ? ആസുരന്മാർ പ്രയോഗിച്ച അസ്ത്രങ്ങൾ പ്രഹ്ലാദനെ ബാധിക്കാത്ത പോലെ. എന്തൊക്കെ വധോപായങ്ങൾ ഹിരണ്യകശിപു നോക്കി, പറ്റിയോ? വല്ലതും വലിച്ചോ? പ്രഹ്ലാദൻ വിഷ്ണുവിൻ്റെ കൈകളിൽ അഭയം തേടിയവനാണ്. അവനെ ആർക്ക് ദ്രോഹിക്കാൻ കിട്ടും? ആർക്ക് ദ്രോഹിക്കാൻ പറ്റും? നോ പത്പ്രചുർണ ഹരിദാസം. ഹരിദാസൻ പ്രഹ്ലാദൻ. പ്രഹ്ലാദമിവാസുരാണി. അസുരന്മാർക്ക് പ്രഹ്ലാദനെ തോടാൻ കഴിയാത്തതുപോലെ ഈ പറഞ്ഞ ഗംഭീരന്മാരുടെ അസ്ത്രം എന്നെ നശിപ്പിച്ചില്ല. ഏട്ടാ, അതെല്ലാം കൃഷ്ണകാരുണ്യമാണ് എന്ന് ഇപ്പം എനിക്ക് നല്ലപോലെ അനുഭവപ്പെടുന്നു. കാരണം ഒന്നിനും എനിക്കിപ്പോൾ കഴിവില്ല. മര്യാദയ്ക്കൊന്ന് വില്ലെടുത്ത് നടക്കുന്നതിന് പോലും എനിക്ക് വയ്യാതായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആരുടെ ശക്തിയായിരുന്നു? കൃഷ്ണൻ്റെ ശക്തിയായിരുന്നു. സൗത്യേ പൃഥക്കുമതിനാത്മത ഈശ്വരോമേ യത്പാദപത്നം അപവായ ഭജന്തി ഭവ്യ മാം ശ്രന്ദവാകമരയോ രതിനോപുവിഷ്ടം ന പ്രാകരൻ യദനുഭാവനിരസ്തചിത്ത. ശ്രേഷ്ഠന്മാർ അപവായ മോക്ഷത്തിനായിക്കൊണ്ട് യത്പാദപത്നം ഏതൊരു ഭഗവാന്റെ പാദത്തെ ഭജന്തി ഭജിക്കുന്നുവോ. ഒടാശ പ്രയോഗം ഒന്ന് നോക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ ഭജിക്കണം? സ്വർണം കിട്ടാനും ധനം കിട്ടാനും ഉദ്യോഗം കിട്ടാനും കല്യാണം കഴിയാനും അല്ലേ? അല്ല ഈശ്വര.
ഭാഗവതം അത് പല ദിക്കിലും വ്യക്തമാക്കുന്നുണ്ട്. അതിനൊന്നും വേണ്ടി ഇങ്ങോട്ട് വരണ്ട. ഈശ്വരനെ ഭജിക്കുന്നത് എപ്പോഴും ഈ വക ദുഃഖങ്ങൾ മനസ്സിനെ ബാധിക്കാതിരിക്കാനാണ്. അത് യഥാർത്ഥ ആത്മീയാണ്. മറ്റതൊക്കെ അതാണ് പ്രോച്ചിത കൈതവം, കാപ്പട്ട ധർമ്മങ്ങളാണ്. ഇന്നതൊക്കെ കിട്ടും, ഇന്നതൊക്കെ ചെയ്തോളൂ. ഞാൻ പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ അങ്ങനത്തെ ഒരു ബോർഡ് വെക്കരുത്. വിവാഹ സൂക്തം സന്താനത്തൊക്കെ തെറ്റാണ് എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ചെയ്യരുത്, അതിലൊന്നും നമ്മൾ വീഴരുത്. എന്താ കാരണം? സന്താനം ഇല്ലാത്ത യോഗത്തിന് ഏത് സൂക്തം ചൊല്ലിയിട്ടും കാര്യമൊന്നുമില്ല. എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ. ഉണ്ടാവുമോ സന്താനം? അങ്ങനെയാണെങ്കിൽ ദുഃഖം ആർക്കെങ്കിലും ലോകത്തിലുണ്ടാവില്ല. കുറച്ച് പുഷ്പാഞ്ജലി കഴിച്ചാൽ പോരെ? എത്ര പ്രയാസമുണ്ടോ? അഭക്തന്മാർ ലോകത്തിലുണ്ടാവുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അഭക്തന്മാരുണ്ടാവുന്നത്? ഈ ഈശ്വരനെ അവർ ഒരു കാലത്ത് വിചാരിച്ചിട്ടുണ്ടാവും. അവർക്ക് നടക്കാത്തതുകൊണ്ടാണ് അവർ ഈശ്വരനെ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിയില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ അഭക്തരാവുന്നില്ല, കാര്യം നടന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട്. അതൊക്കെ നമ്മുടെയൊക്കെ പുരാണം നോക്കിയാൽ കുചേലൻ ദാരിദ്ര്യം ഉണ്ടായിട്ട് ഈശ്വരനെ വിട്ടുവോ? സന്താനമില്ലാത്തവരുണ്ടായിരുന്നു, അവർ ഈശ്വരനെ വിട്ടുവോ? ഭാര്യ മരിച്ചവരുണ്ട്, ഭാര്യ ഇല്ലാത്തവരുണ്ട്, വിവാഹഭാഗ്യം ഇല്ലാത്തവരുണ്ട്, അവർ ഈശ്വരനെ വിട്ടുവോ? അപ്പോൾ ഇതൊക്കെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഈശ്വരനെ വിടേണ്ട കാര്യമില്ല. ഇതല്ല അതിൻ്റെ ലക്ഷ്യം. ഇവിടെ അഭവായ എന്നുള്ള വാക്കിന് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. എന്തിനാണ് നമ്മൾ ഭാഗവതം എടുക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി എടുക്കണം ആദ്യം. അല്ലാണ്ടത് എന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ടോ പറഞ്ഞിട്ടോ ഒക്കെ ലാഭവായ മോക്ഷത്തിനായിക്കൊണ്ട് തന്നെയാണ് ഭാഗവതം, സംശയമൊന്നുമില്ല. യത്പാദപത്മം അഭജിക്കുന്നു, എല്ലാ കെട്ടുപാടുന്ന മനസ്സിനെ മോചിപ്പിക്കുകയാണ്. നമുക്ക് പലതും ഇല്ലായ്മ ഉണ്ടാവാം, അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാം, പ്രതീക്ഷിച്ചിട്ട് സംഭവിക്കാതിരിക്കാം. ഇതൊക്കെ ആയാലും ഒരു ബാലൻസിങ് ഫാക്ടർ വേണം. അതാണ് ഭാഗവതം, അല്ലെങ്കിൽ ഭക്തി, അല്ലെങ്കിൽ ആത്മീയം. അല്ലാണ്ട് ഇതൊക്കെ ഇപ്പം നേരെയാക്കാൻ വേണ്ടിയിട്ടല്ല. എന്തായാലും നിരത്ത ചിത്ത, യാതൊരുവൻ്റെ അനുഭവത്താൽ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരും രഥീന, രഥത്തിലിരിക്കുന്നവരും ആയ ശത്രുക്കൾ, ശ്രാന്തവാഹ, ക്ഷീണിച്ച കുതിരകളോട് കൂടിയവനും, ഭൂവിഷ്ടം, ഭൂമിയിൽ നിൽക്കുന്നവനുമായ മാം, എന്നെ നപ്രാഹരൽ പ്രഹരിച്ചില്ല. ഇവിടെ പറയണ സൗത്യേ വൃത. ഒരു യുദ്ധത്തിലുണ്ടായിട്ടുള്ളൊരു സംഭവത്തെ ഇവിടെ വീണ്ടും അർജുനൻ അനുസ്മരിക്കണു. ഒരു ഘട്ടത്തിൽ സൗത്യേ സൂത കർമ്മത്തിൽ വരിക്കപ്പെട്ടു. അർജുനൻ്റെ കുതിരകൾക്ക് വല്ലാത്ത ക്ഷീണം യുദ്ധത്തിലുണ്ടായി എന്നാണ്. അപ്പോൾ എന്തോ ഈ വെള്ളം കുടിക്കാൻ യുദ്ധത്തിലാണെച്ചാൽ നിർത്താനും പറ്റില്ല. അപ്പം അങ്ങനെയാവുമ്പോൾ യുദ്ധം എങ്ങനെ തുടരും? കുതിരകൾക്ക് ക്ഷീണിച്ചാൽ അവർക്കും ജീവനല്ലേ വലുത്. അപ്പോൾ അർജുനൻ ആ യുദ്ധക്കളത്തിൽ ആകാശഗംഗയെ വരുത്തി എന്നാണ്. അത് ആ കുതിരയെ സ്പോട്ടിൽ കുടിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ വെള്ളം കുടിക്കുമ്പോൾ വേണമെങ്കിൽ അർജുനനെ ശത്രുക്കൾക്ക് തോൽപ്പിക്കാൻ കുതിര യുദ്ധത്തിന് സജ്ജമല്ല. അപ്പം എന്തേ അവർ യുദ്ധം ചെയ്ത് അർജുനനെ തോൽപ്പിക്കാഞ്ഞെന്നാണ് ഇവിടെ പറയണത്. കൃഷ്ണൻ്റെ ഒരു മായാപ്രയോഗം അവിടെ ഉണ്ടായി. എന്താ ഉണ്ടായി? ഈ വെള്ളം ആ യുദ്ധക്കളത്തിൽ കൊണ്ടുവന്ന് കുടിക്കണത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. ദുര്യോധനാദികളും ശത്രുക്കളും ഒക്കെ ഇത് എന്തൊരു വിദ്യയാണപ്പോൾ ഇത്. പൈപ്പുമില്ല, ടാങ്കുമില്ല, മറ്റു വിദ്യകളൊന്നുമില്ല. വെള്ളം ആകാശഗംഗ അവിടെ അങ്ങനെ കൊണ്ടുവരേ. അവരൊക്കെ യുദ്ധം നിർത്തി അത്ഭുതം കണ്ട ആരായാലും ഒന്ന് നോക്കും ഇല്ലേ? അത് നോക്കിയപ്പോൾ ആ യുദ്ധം അവിടെ സ്തംഭിച്ചു തൽക്കാലം. അപ്പോൾ അവർക്കൊരു തോന്നി ഇപ്പം അർജുനനെ തോൽപ്പിക്കാൻ നല്ല വഴിയാണ്. അപ്പോഴേക്ക് കുതിരയുടെ ദാഹം തീർന്നു. കുതിരയുടെ ദാഹം തീർന്നവരെ ഇവരെ സ്തംഭിപ്പിച്ചു ഭഗവാൻ എന്നാണ് പറയണത്. ഈ എന്തൊക്കെ വിദ്യ ഭഗവാൻ! വെള്ളം കുടിക്കണവരെ അവർ സ്തംഭിപ്പിച്ചു. അല്ലെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ അർജുനനെ തോൽപ്പിക്കാമായിരുന്നു. ശ്രാന്തവാഹം, കുതിര, വാഹം എന്ന് പറഞ്ഞാൽ കുതിര, വ്യാഹനം എന്നാണ്. ആ കുതിരയെ ക്ഷീണിക്കുക. അപ്പോൾ വേണമെങ്കിൽ എന്നെ അവർക്ക് തോൽപ്പിക്കാമായിരുന്നു. രഥിനോപുവിഷ്ട
ന പ്രാഹരൻ, അവരെന്നെ തോൽപ്പിച്ചില്ല. കാരണം ഭൂമിയിൽ നിൽക്കുന്ന എന്നെ ശത്രുക്കൾ ഏതൊരു ഭഗവാന്റെ മഹിമാതിശയത്താൽ മോഹിതരായതുകൊണ്ട് അസ്ത്രസംഹാരത്തിന് അവർക്ക് കഴിഞ്ഞില്ല. മൂഢനായിട്ടുള്ള ഞാൻ സാരഥിയായിട്ട് ആ കൃഷ്ണനെ വരിക്കുക. കഷ്ടം. ആ കൃഷ്ണനെ ശരിക്കും പറയാച്ചാൽ എൻ്റെ തേരാളിയാക്കേണ്ട ആളാണോ എന്നൊരു കുറ്റബോധം തോന്നുക. നമ്മൾ ഈ ഡ്രൈവറാക്കുക ആരെയാ? നമ്മളെക്കാൾ ഒന്ന് താഴെയുള്ളവരെ ഡ്രൈവറാക്കുള്ളൂ. നമ്മളെ കൊണ്ടുപോയി വിടാൻ എനിക്ക് വരാൻ പറ്റുമോ? എന്താ വെച്ചാൽ തരാം എന്ന് പറയുക ആരാ? ഒരു ഉയർന്നവരോടോ സ്ഥാനത്തിന് മീതെയുള്ളവരോടോ പറയാൻ പറ്റുമോ? കലക്ടറോടോ വേറെ ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്ന ആളോടോ പറയാൻ പറ്റുമോ? അപ്പം നമ്മളെക്കാൾ താണ ആളാണ് സൂതൻ. പക്ഷേ ഞാൻ ആ കൃഷ്ണനെ സൗത്യേ കർമ്മണി സൗത്യേ വൃതക്കുമതി, ബുദ്ധിയില്ലായ്മ കൊണ്ട് കുമതി ബുദ്ധിയില്ലായ്മ, ഞാൻ ആ കൃഷ്ണനെ തേരാളിയാക്കിയില്ലേ ഏട്ടാ? പാടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വലുതായിട്ടുള്ള നേട്ടമൊക്കെ കിട്ടിയിച്ചാലും ഗുണം കിട്ടി. ഈശ്വരനെ തേരാളിയാക്കിയതുകൊണ്ടാണ് നമ്മൾ ജയിച്ചതെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള ആ പ്രവൃത്തി കുറച്ച് അവിവേകമായില്ലേ എന്ന് എനിക്ക് തോന്നുകയാണ്. സൂതപ്രവൃത്തി. സൗത്യേ വൃത വരിച്ചു, കൃഷ്ണനെ വരിച്ചു സൂതനായിട്ട്. കുമതി നമ്മുടെ ബുദ്ധിയില്ലായ്മ. ആത്മത ഈശ്വരോമേ ആര്യ, ഈശ്വരനെ തേരാളിയാക്കാന്ന് പറഞ്ഞാൽ അതൊരു ശരിയാണോ? ഒരു കണക്കിന് നോക്കുമ്പോൾ കൃഷ്ണാത്ത് ഏത് വെച്ചോളൂ ഞാൻ ഞെളിഞ്ഞിരുന്നോളാം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? യത്പാദപത്മഭവായ ഭജന്തി ഭവ്യ. ഏതാ ഈ കൃഷ്ണൻ? എല്ലാ സംസാര ദുഃഖത്തിൽ നിന്നും മോചനം നേടിക്കൊടുക്കുകയാണ് ഭക്തന്മാർക്ക്. അങ്ങനത്തെ കൃഷ്ണനെയല്ലേ ഏട്ടാ ഒരു തേരാളിയാക്കിയത്? മാം ശ്രാന്തവാകമരയോരതിനോപുവിഷ്ട. കുതിരയ്ക്ക് ക്ഷീണിച്ചപ്പോൾ വെള്ളം അവിടെ കൊണ്ടുവന്നത് നോക്കി ആ ശത്രുക്കളെ മോഹിപ്പിച്ചിട്ട് എന്നെ തോൽപ്പിക്കാൻ കഴിയാത്തതാക്കി തീർത്തു. ന പ്രാകരണ്യതനുഭാവനിരർത്ഥചിത്ത നർമാണ്യുദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥകർച്ചുന സഖേ ഗുരുനന്ദനേതി സഞ്ചൽപ്പിതാനി നരദേവകിതിസ്പൃശാനി മർത്തുടൻ ഹൃദയം മമ മാധവസ്യ. ആ കൃഷ്ണൻ്റെ ഓരോരോ വിളികൾ ഏട്ടാ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്. കൃഷ്ണൻ പോയിരിക്കണം ഇപ്പോൾ ലോകത്ത് നിന്നേ. പഴയ കാര്യമാണ് ഇവിടെ ഓർക്കണത്. ഉദാരരുചിരസ്മിതശോഭിതാനി, തമാശ കലർത്തിയിട്ടുള്ളതും ഫലിതം കലർത്തിയിട്ടുള്ളതുമായിട്ടുള്ള ഭഗവാന്റെ ഓരോരോ വാക്കുകളും എന്നെ വിളികളും. ഹേ പാർത്ഥ, ഓരോരോ വിളിക്കും ഓരോ അർത്ഥം ഉണ്ടെന്നാണ്. പാർത്ഥ എന്ന് പറഞ്ഞാൽ കുന്തിസുതൻ. ആപത്ത് മാത്രം തരണേ എന്ന് ചോദിച്ച ധീരവനിതയാണ് കുന്തി. ആ കുന്തിയുടെ മകനായിട്ടാണോ അർജുന നീ ഇങ്ങനെ പരിഭ്രമിക്കണത് എന്ന് ഓർമ്മിപ്പിച്ചിട്ട് പാർത്ഥ എന്ന് വിളിച്ച കുന്തിപുത്ര കൗന്ദേയ. ഗീതയിൽ ഒരുപാട് ദിക്കിൽ കാണാം അല്ലേ? അർജുന, ചിലപ്പോൾ അർജുന എന്ന് വിളിച്ചാൽ എന്താ അർത്ഥം? അർജുനൻ വളവില്ലാത്തവൻ വാക്കിൻ്റെ അർത്ഥം. നിൻ്റെ വാക്ക് പേരിൽ വളവില്ല എന്നാണ്. അപ്പം നിൻ്റെ മനസ്സും വളവില്ലാത്തതാവണ്ടേ? നമുക്ക് വളഞ്ഞ വഴി കൂടെ ഒരു നേട്ടവും വേണ്ടാട്ടോ, നേരാവണ്ണം മതി. അത് പറയൊന്നുമില്ല. അർജുന എന്ന് വിളിച്ചാൽ എന്താ അർത്ഥം? നേരാവണ്ണമുള്ള നേട്ടം മതി കേട്ടോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാലിട്ടോളൊക്കെ അറിയില്ല. അർജുന, ചിലപ്പോൾ സഖേ വല്ലാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഞാൻ ഇല്ലേ നിനക്ക്, ഞാൻ ഉള്ളപ്പോൾ നിനക്ക് അങ്ങനെ ഒരു ദുഃഖം വരുമോ എന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സഖേ നീ എൻ്റെ സഖാവായത് കൊണ്ട് എവിടെയും രക്ഷിക്കാനുള്ള കടമ എനിക്കുണ്ട്, ഞാൻ രക്ഷിച്ചിരിക്കും എന്ന് വിളിക്കുന്ന ആ അർത്ഥത്തിലാണ് സഖേ സമാധാനിക്കൂ, ഞാൻ ഇല്ലേ ഇവിടെ. കുരുനന്ദനേതി, കുരുവംശത്തിന് അനുകൂലം അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ നീ പ്രവർത്തിക്കൂ. നല്ലൊരു വംശമാണ് കുരുവംശം. അതിൻ്റെ 2 ശാഖയാണ് പാണ്ഡവരും കൗരവരും. രണ്ടിൻ്റെയും റൂട്ട് കുരുവാണ്. എന്താ ആ വംശത്തിന് വിപരീതമായിട്ടൊരു ദുശ്ചിന്ത നിൻ്റെ മനസ്സിൽ വരാൻ കാരണം? ഒന്നുകിലും ആത്മഹത്യാ പ്രവണതയാവാം, അല്ലേ? സന്താന ഗോപാലത്തിൽ കുട്ടിയെ കൊടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ വേറെ വല്ല നിരാശ ബാധിക്കുമ്പോൾ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ കുരുനന്ദന നിൻ്റെ വംശത്തിന് ചേർന്നതല്ല. കുരുനന്ദന, ആ വംശത്തിൽപ്പെട്ട നീ പ്രകാരം ചിന്തിക്കുന്നത് ശരിയല്ല. ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ചൽപ്പിതാനി നരദേവകൃതി പ്രശാനി മർത്തുടൻ ഹൃദയം മമ മാധവസ്യ. ആ മാധവനെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കണു ഏട്ടാ. ഹൃദയത്തെ ഭേദിക്കണു എന്ന ഹൃദയം ലുഠന്തി ഹൃദയം, ഹൃദയത്തെ ഭേദിക്കുക. കൃഷ്ണനെക്കുറിച്ചുള്ള സ്മരണകൾ
അത്ര ദുഃഖത്തെ എനിക്കിപ്പോൾ തരുന്നു. കാരണം ആ കൃഷ്ണൻ നമ്മളോട് കൂടിയില്ല. സഞ്ചൽപ്പിതാനി, മധുരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് നമ്മളെ ഓരോ സമയത്ത് രക്ഷിച്ചതായിട്ടുള്ള ആ കൈകൾക്ക് പകരം വയ്ക്കാൻ ഇനി ഈ ലോകത്തിൽ എന്താണ് ഉണ്ടാവുക? ശയ്യാസനഹടനപികത്തന ഭോജനാധീഷയ്ക്കയഷ്ടരിതവാനിധി വിപ്രലബ്ധ സഖ്യുസഖേമ പിതൃവത്തനയസ്യ സർവം സേഹേ മഹാൻമഹിതയ കുമതേരഖമ്മേ. കൂടെ നടന്നിട്ടേ ശയ്യ, കിടക്കുക, ആസന, ഇരിക്കുക, വികത്ത, ഭോജനം ഇതിലായിട്ടുള്ള കാര്യങ്ങൾ, അടനം, നടത്തം എന്നിവകളിൽ ഒപ്പാണ് എല്ലാം ചെയ്യുക. ശയ്യാസന, ആടനം, നടത്തം, വികത്തന ഭോജനാദീഷു, വികത്തനം, ഭോജനം, ഈ കാര്യങ്ങളിലൊക്കെ കൃഷ്ണൻ്റെ കൂടെയാണ് അർജുനൻ ചെയ്യുള്ളൂ. നടക്കുക വെച്ചാൽ ഒപ്പം നടക്കുക, ഭക്ഷണം കഴിക്കുക ഒപ്പം ഭക്ഷണം കഴിക്കുക, എന്തൊക്കെ കൃഷ്ണൻ്റെ ഒക്കെ കൃഷ്ണൻ്റെ കൂടെ ഇല്ലാണ്ട് നമ്മൾ പതിവില്ലല്ലോ. ഐക്യം കൊണ്ട്, ഇത്ര സൗഹൃദം കൊണ്ട് ഋതവാൻ, ചിലപ്പോൾ നീ സത്യവാനാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അസത്യം പറഞ്ഞ ഓ വലിയ സത്യവാനാണ് നീ, എന്നിട്ടാ ഈ അസത്യം പറയണ എന്നും പറഞ്ഞ് കളിയാക്കാറുണ്ടായേട്ടാ. വിപ്രലബ്ധ, പരിഹസിക്കപ്പെട്ടു. മഹാനായിട്ടുള്ള ആ ഭഗവാൻ മഹാത്മ്യം കൊണ്ട് സഖാവിൻ്റെ തന്നെ സഖാവ് എന്ന പോലെയും, സഖാവിൻ്റേതിനെ സഖാവ് എന്ന പോലെയും, തനയസ്യ പുത്രൻ്റേതിനെ പിതാവ് എന്ന പോലെയും. ഒരു സഖാവിന് ഏറ്റവും നല്ലത് തൻ്റെ സുഹൃത്താണ്, പുത്രന് ഏറ്റവും രക്ഷ അച്ഛനാണ് എന്ന പോലെ, സുഹൃത്തിനെ സുഹൃത്ത് എന്ന പോലെയും, മകനെ അച്ഛൻ എന്ന പോലെയും ബുദ്ധിയില്ലാത്ത എന്നെ കൊണ്ട് നടത്തിയില്ലേ ഏട്ടാ. ഇത്ര കാരുണ്യം വേറെ എവിടുന്നാണ്, ആരിൽ നിന്നാണ് കിട്ടുക? ഇത്ര നല്ലൊരു സുഹൃത്തിനെ ഇനി എവിടുന്ന് കിട്ടും? ഏത് ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുക? ഒരു നല്ല സുഹൃത്തിനെ സുഹൃത്തായിട്ടും നല്ല പുത്രൻ അച്ഛനായിട്ടും രക്ഷിതാവായിട്ടും ഒക്കെ ആ കൃഷ്ണൻ നമുക്ക് നിന്നു. ഇരിക്കുക, നടക്കുക, കിടക്കുക, എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണൻ്റെ കൂടെ ചെയ്യാൻ സുഖമുള്ളൂ. ശയ്യാസന ഹടനപികത്തന ഭോജനാദിശൈക്യാദ്യസ്യ ഋതവാൻ വിപ്രലബ്ധ. ഋതവാൻ സത്യവാനാണെന്ന് കളിയാക്കി പറയും ചിലപ്പോൾ. വിപ്രലബ്ധ, പരിഹസിക്കുക. സഖ്യുസഖേമ പിതൃവത്തനയസ്യ സർവം സേഹേ മഹാൻമഹിതയ കുമതേരഖമ്മേ. എല്ലാം തെറ്റുകൾ സഹിച്ചു ആ കൃഷ്ണൻ. നമ്മളെന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം സഹിച്ച് പ്രതികാരമോ വേറൊന്നും ചെയ്യാതെ നമ്മുടെ ഭാഗത്ത് വന്ന അപാകതകളെല്ലാം സാരഥിയാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അപരാധമാണ്. എല്ലാം ഭഗവാൻ സഹിച്ചില്ലേ ഏട്ടാ. സോഹം നൃപേന്ദ്രരഹിത പുരുഷോത്തമേന സഖ്യ പ്രിയേണ സുഹൃതാ ഹൃദയേന ശൂന്യ അദ്ദന്നുരുക്രമ പരിഗ്രഹമംഗരക്ഷൻ ഗോപേർ അസദ്വിരവലേവ വിരിചിതോസ്മി. എല്ലാം ഇപ്പോൾ വെറുതെയായി എന്ന് തോന്നുകയാണ്. ഹൃദയം തന്നെ പൊട്ടിപ്പോയ ഒരവസ്ഥ എനിക്ക് തോന്നുന്നു. ഹൃദയമില്ല. ഭഗവാന്റെ ഭാര്യമാരെ രക്ഷിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു. കള്ളന്മാരും തസ്കരന്മാരും കൃഷ്ണപത്നിമാരെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അവരെ തടയാൻ പോലും ഗോപേർ അതദ്ഭിരബലേവ, ആ അബലകളെ രക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല ഏട്ടാ. കൃഷ്ണൻ്റെ അഭാവം എല്ലാ ശക്തിയും എന്നിൽ നിന്ന് ചോർത്തി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ചും കൂടി ശ്ലോകങ്ങളെ കൊണ്ട് തുടരുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.